2014 ബി.ജെ.പി അധികാരത്തിൽ കൊണ്ടുവന്നതിലൊരു പ്രധാന ഘടകം പ്രശാന്ത് കിഷോറിന്റെ സ്ട്രാറ്റജി കൂടിയാണ്. ആ പ്രശാന്ത് കിഷോർ ജൻസൂരജ് പാർട്ടി ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ വിജയമാണ് ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി പോലും RJDയെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോറിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണിത് ബി.ജെ.പിയുടെ വളർച്ചയെ വലിയ രീതിയിൽ വിഘാതം ഉണ്ടാക്കുക ഭാവി തെരഞ്ഞെടുപ്പുകളിൽ? അല്ല, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ബീഹാറിലും. അപ്പോൾ ഈ 3 തെരഞ്ഞെടുപ്പുകൾ മാത്രം നമ്മൾ സൂചനയായി എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് BJPക്ക് എതിരെയുള്ള വലിയൊരു ഇന്ത്യൻ ജനത BJPക്ക് എതിരായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ മധ്യപ്രദേശിലുണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസ് നിലനിർത്തുകയാണ് ചെയ്തേക്കുന്നത് 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ നരോത്തം ദാസ് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്, അതായത് BJP കാൻഡിഡേറ്റ് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഗുജറാത്തിലേക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ ഇതിൽ 30,000 വോട്ടിന് ഇത്തവണ BJP ആണ് ജയിച്ചേക്കുന്നത്. പക്ഷേ BJP ജയിച്ചെങ്കിൽ പോലും BJPക്ക് അത് തിരിച്ചടിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ 1,00,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. അപ്പം ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചും BJPയുടെ വോട്ടുകൾ കുറയുകയാണ് ചെയ്തേക്കണത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ബങ്കിപ്പൂരിലേക്ക് വരാൻ. ബങ്കിപ്പൂർ എന്ന് പറയുന്നത് നേരത്തെ അത് പാട്ന വെസ്റ്റ് എന്നോ ഈസ്റ്റ് എന്നോ അറിയപ്പെട്ടിരുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ 2010 മുതൽ നിതിൻ നബീൻ, അതായത് ഇപ്പോഴത്തെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അവിടെ നിന്ന് ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ഇത്തവണ 60,000-ലധികം വോട്ടുകൾ പ്രശാന്ത് കിഷോർ നേടുകയും 40,000-ലധികം വോട്ടുകൾ മാത്രമേ ഈ പറയുന്ന BJPക്ക് കിട്ടുകയും ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അത്ര കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. 19,000 സംതിങ് വോട്ട്, 20,000 താഴെ വോട്ടുകൾക്കല്ലേ ജയിച്ചേക്കണമെന്ന് തോന്നും. പക്ഷെ ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അറിയണം. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ 70%-ലധികം വോട്ടുകൾ BJPക്ക് കിട്ടുന്നൊരു മണ്ഡലമാണ്. അതായത് 2010 അത് രൂപീകരിച്ചതിന് ശേഷം തന്നെ അവിടെ BJPയാണ് പ്രബലമായിട്ടുള്ള കക്ഷി. 70%-ലധികം യഥാർത്ഥത്തിൽ BJPക്കാണ് വോട്ടുകൾ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ട് മത്സരിക്കുന്ന RJD പോലുള്ള ആളുകൾക്ക് പോലും കേവലം 10-15% വോട്ടുകളെ കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് പ്രശാന്ത് കിഷോർ ഇത്ര വലിയ വിജയം സമ്മാനിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 20,000 വോട്ടിന് ജയിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ 4 തവണയും നിതിൻ നബീനായിരുന്നു അവിടെ ജയിച്ചിരുന്നത്. 2010 ആദ്യം ജയിക്കുമ്പോൾ അവിടെ 60,000 വോട്ടിനാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ജയിക്കുന്നത്. ലാസ്റ്റ് അദ്ദേഹം ജയിക്കുന്നത് അവിടെ നിന്ന് ഈ കഴിഞ്ഞ നവംബറിൽ ജയിക്കുന്ന 50,000 വോട്ടിനാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മണ്ഡലമാണ്. പിന്നെ ഗൗതം, ഇതിൽ മറ്റാരും പറയാത്തൊരു കാര്യം കൂടി പറഞ്ഞാൽ മുന്നോക്ക വിഭാഗക്കാർക്ക് 36% വോട്ടുള്ള മണ്ഡലമാണ്. 35-36% വോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്രയും വോട്ടുള്ളത് കൊണ്ടും ഒരു അർബൻ മിഡിൽ ക്ലാസ് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടുമാണ് അവിടെ BJPക്ക് 70%-ലധികം വോട്ടുകൾ കിട്ടുക. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. 70% വോട്ടുകൾ ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടില്ല. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ പോലും പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 61% വോട്ടുകളാണ് ആർക്ക് കിട്ടിയത്, ചാണ്ടി ഉമ്മന് കിട്ടിയത്, അതായത് ഉമ്മൻചാണ്ടി മരിച്ചിട്ട് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ ഭൂരിപക്ഷം BJPക്ക് കൊടുക്കുന്ന അത്ര വലിയ സോളിഡ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ BJPയുടെ അടിപതറി. ഇനി നമ്മൾ മറ്റൊരു വിഷയം കൂടി കാണണം. കാരണം ഈ CJP പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്ന് പറയുന്നത് ജന്തർ മന്ദറിൽ മാത്രമല്ല പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല. പകരം പാട്നയിലാണ്, ബീഹാറിലാണ് അത് രണ്ടാമതായി ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ BJPക്ക് സംഘപരിവാറിന് കണ്ണുമടച്ച് ബ്ലൈൻഡായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി അവർ മാറ്റി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഗുജറാത്തിൽ പോലും 1,00,000 വോട്ട്, ഗുജറാത്തിൽ ഇതേപോലെ തന്നെ മണ്ഡലമാണ്, ഏതാണ്ട് 1,00,000 വോട്ടിന് അവർ ജയിക്കുന്ന മണ്ഡലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,00,000 വോട്ടിന് ജയിക്കാന്ന് പറഞ്ഞാൽ മറ്റവർക്കോട് വോട്ടേ ഇല്ലെന്നാണ്. അപ്പോൾ അതിലാണ് ഈ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ആഫ്റ്റർ CJP പ്രൊട്ടസ്റ്റ്, അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, ഇതിനോടൊപ്പം തന്നെ അയോധ്യയിലെ സ്വർണ്ണക്കൊള്ള, ഇതുമായി ബന്ധപ്പെട്ട് വേണം നമ്മളിതിനെ കാണാൻ. ഇനി ഇതിപ്പോൾ ഒരു സൂചന മാത്രമാണ്. ഈ സൂചന കുറച്ചുകൂടി കടുത്ത സൂചനയാകാൻ പോകുന്നത് അടുത്ത ഫെബ്രുവരി മാർച്ചിൽ നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിലേഷ് യാദവ് തന്നെ
കറുത്ത ശ്രീരാമനെയും അതുപോലെ ചുവന്ന ഹനുമാനെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അവരിപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് എടുത്തിരിക്കുന്ന ഒരൊറ്റ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിൽ നീറ്റ് പോലുമില്ല. കാരണം അവർക്കറിയാം ഉത്തർപ്രദേശിലെ സാധാരണ ജനങ്ങളെ നീറ്റൊന്നും ബാധിക്കില്ല. അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ ക്ഷേത്ര കൊള്ളയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവർ വിശ്വാസികളല്ല എന്നാണ്. ഇപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ കിരൺ റിജിജു രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയോട് മറുപടി പറയുമ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം എത്രത്തോളം BJP ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ അയോധ്യ സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് പറഞ്ഞേക്കണ വാചകം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രാമക്ഷേത്രത്തെ എതിർത്തവരാണ്, രാമനെ അപമാനിച്ചവരാണെന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ BJPക്ക് അടിപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഒരൊറ്റ ഞാൻ പറഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷേ CJP പ്രൊട്ടസ്റ്റും ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ വർധനവും വലിയ തോതിൽ സംഘപരിവാർ ആക്രമിക്കപ്പെടുന്നതും സംഘപരിവാറിൻ്റെ ബന്ധുക്കൾ പോലും, ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ മകൻ പോലും പറഞ്ഞത് ഇപ്പോൾ TG മോഹൻദാസിനെതിരായിട്ടാണ്. വിസ്മയ പറഞ്ഞ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് BJP വലിയ അപകടത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും അതിൻ്റെ വളരെ പ്രകടമായിട്ടുള്ളൊരു സൂചനയായിട്ടാണ്. എന്തുകൊണ്ട് RJD പോലും വിജയിക്കാതിരുന്നത്? അല്ല, തീർച്ചയായിട്ടും RJDക്ക് വിശ്വാസം അർപ്പിക്കാതെ മുസ്ലിം കമ്മ്യൂണിറ്റി കിഷോറിന് എന്തുകൊണ്ടാണ് വിശ്വാസം അർപ്പിച്ചത്? അല്ല, അതിലും ഒരു വലിയ സൂചനയുണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവിടെ 36% മുന്നോക്ക വിഭാഗങ്ങളാണ്. അങ്ങനെയുള്ള അപൂർവം ചില മണ്ഡലങ്ങളിലൊന്നാണത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ എൻ ബ്ലോക്കായി ആർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പ്രശാന്ത് കിഷോറിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ വോട്ട് ചെയ്താൽ അവിടെ ഉറപ്പായിട്ടും പ്രശാന്ത് കിഷോർ ജയിക്കും. ആ ജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ RJDക്ക് അവിടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 15,000-20,000 വോട്ടുകളാണ് കിട്ടിയേക്കണം. സാധാരണ അത്ര വോട്ടുകൾ അവർക്ക് എന്ത് കിട്ടാറുള്ളൂ. അവരുടെ വോട്ടുകളിൽ വലിയ കുറവുണ്ടായി നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കുറവുണ്ടായേക്കണത് ഗൗതം പറഞ്ഞ പോലെ BJPയുടെ വോട്ടുകൾക്കാണ് കുറവുണ്ടായേക്കണം. ഒന്ന്. ഇനി ഗൗതം ചോദിച്ചത് വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അതായത് എന്തുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ചുകൊണ്ട് ജൻസ്വരാജ് എന്ന് പറയുന്ന കേവലം വളരെ റീസെൻ്റായി മാത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയിൽ അവർ വിശ്വസിക്കുന്നത്? അതിൻ്റെ സിംറ്റംസ് ബീഹാറിലൊക്കെ നേരത്തെ തന്നെ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 15-20% വോട്ടുകൾ വരെ അവർ നേടിയേക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത്ര വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും അവർ വോട്ട് പെർസെൻറ്റേജിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ടി തുടങ്ങി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഗ്രോത്ത് അവരുണ്ടാക്കി. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൊത്തം കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കർഷക സമരം നടന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വേണ്ട, അങ്ങനെ കിട്ടുമെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് കർഷകർ വിചാരിച്ചു. ഇപ്പോൾ CJP വന്നപ്പോൾ പോലും CJPക്ക് പോലും ഒറ്റക്ക് നിന്ന് ഒരു പ്രക്ഷോഭം നടത്തി വിജയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ പിന്തുണ ഉണ്ടായാലും സംഭവിക്കുന്ന പലപ്പോഴും എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ആത്മാർത്ഥതയോ ക്രെഡിബിലിറ്റിയോ ഒക്കെ പലപ്പോഴും കുറയുകയും ഒരു വാട്ടബോട്ടറിക്ക് പോവുകയും നിങ്ങൾ പറഞ്ഞ കാലത്ത് ഇതുണ്ടായില്ലേ, എത്ര തവണ ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യൻ രാഷ്ട്രീയവും ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ലോക രാഷ്ട്രീയത്തിലൊക്കെ ഈ പ്രവണത കാണാം. കാരണം പുതിയ കാര്യങ്ങൾ, പുതിയ ആളുകളെ, ഒരു പരമ്പരാഗത രാഷ്ട്രീയം ജനങ്ങൾക്ക് കുറച്ചുകൂടി മടുക്കുകയും പുതിയ ആളുകളെ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. അറ്റ് ദ സെയിം ടൈം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് നൽകുന്നത്.